ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം അമേരിക്കയുടെ കണക്കുകളൊന്നും അങ്ങ് യോജിക്കുന്നില്ല. അമേരിക്കയുടെ കണക്ക് പുസ്തകത്തിൽ യുക്രൈന് പണം നൽകിയിട്ടുണ്ട്. പക്ഷേ നൽകിയ അത്രയും പണം കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ആ പണം എവിടെ പോയെന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. പണം നൽകിയെന്ന് അമേരിക്കയാണോ കള്ളം പറയുന്നത്, അതോ പണം കിട്ടിയിട്ടും കിട്ടിയില്ലെന്ന് കള്ളം പറയുന്നത് യുക്രൈനാണോ? ഒന്നും മനസ്സിലാകുന്നില്ല. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് വേണ്ട എല്ലാ യുദ്ധസഹായങ്ങളും നൽകാമെന്ന് വാക്കു നൽകി യുദ്ധത്തിന് പിരികയറ്റി വിട്ടവരാണ് അമേരിക്ക. എന്നാൽ ഈ അടുത്ത കാലത്തായി അമേരിക്ക വാഗ്ദാനം നൽകിയ സഹായങ്ങളൊന്നും നൽകുന്നില്ലെന്ന പരാതി യുക്രൈന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നതാണ്. പക്ഷേ $200 ബില്യൺ യുക്രൈന് തങ്ങൾ സഹായമായി നൽകിയെന്നാണ് അമേരിക്കയുടെ വാദം. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JC വാൻസ് ആണ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. അസോസിയേറ്റഡ് പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി അമേരിക്കയുടെ കണക്കുകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്ക $200 ബില്യൺ നൽകിയിട്ടില്ലെന്നും നൽകിയ ധനസഹായത്തിന്റെ ഭൂരിഭാഗവും എങ്ങനെ ചെലവായി എന്നറിയില്ലെന്നുമാണ് സെലൻസ്കി തുറന്നു പറയുന്നത്. അമേരിക്ക $75 ബില്യൺ സൈനിക സഹായവും മറ്റു തരത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ $200 ബില്യൺ എസ്റ്റിമേറ്റ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നോ ഇത്രയും തുക എങ്ങനെ അപ്രത്യക്ഷമായതെന്നോ അറിയില്ല എന്ന വാദമാണ് ഇപ്പോൾ സെലൻസ്കി ഉന്നയിക്കുന്നത്. യുക്രൈന് ഇതുവരെ അമേരിക്ക നൽകിയത് $200 ബില്യൺ ആണെന്ന് പറയുന്നുണ്ട്. പുതിയ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം യുക്രൈനെ ആകെ തഴഞ്ഞ മട്ടാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനോട് കാണിച്ച താൽപര്യത്തെ നിശിതമായി വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ട്രംപ് കൈക്കൊള്ളുന്ന നടപടികളെല്ലാം യുക്രൈന് മേൽ വലിയ പ്രഹരമേൽപ്പിക്കുന്ന കാഴ്ചകളാണ് ലോകം കാണുന്നത്. യുക്രൈന് അമേരിക്ക നൽകുന്ന ധനസഹായം എത്രയാണോ അത്രയും തുക തന്നെ നാറ്റോ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ യുക്രൈന് നൽകണമെന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം. $200 ബില്യണിന്റെ കണക്ക് ഉടമ്പടിയിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്നത് സത്യമാണെന്ന് സെലൻസ്കി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അവകാശപ്പെടുന്നത് പോലെ $200 ബില്യൺ സഹായമായി ലഭിച്ചിട്ടില്ലെന്ന് തറപ്പിച്ചു പറയുന്ന സെലൻസ്കി അതിൽ $76 ബില്യൺ മാത്രമാണ് ലഭിച്ചതെന്നും 2022 മുതൽ അമേരിക്കൻ കോൺഗ്രസ് യുക്രൈനായി ഏകദേശം $175 ബില്യൺ അംഗീകാരം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ധനസഹായത്തിന്റെ ഒരു പ്രധാന ഭാഗം അമേരിക്കൻ വ്യവസായങ്ങൾക്കും മറ്റുമായി ബന്ധപ്പെട്ട വിവിധ അമേരിക്കൻ സർക്കാർ പ്രവർത്തനങ്ങളിലേക്കും തന്നെയാണ് പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജർമ്മനിയിലെ കീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് 2024 ഒക്ടോബർ വരെ അമേരിക്ക യുക്രൈൻ ഏകദേശം $92 ബില്യൺ സാമ്പത്തിക സൈനിക സഹായം അനുവദിച്ചപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ബ്രിട്ടനും $131 ബില്യൺ അനുവദിച്ചത്. അമേരിക്കയുടെ കണക്കുകൾ പ്രകാരം യുക്രൈന് കൈമാറിയത് ശതകോടികളാണെന്ന് റിപ്പോർട്ടിലുണ്ടാകാം. പക്ഷേ അവർ തന്നുവെന്ന് പറയുന്ന ആ ഫണ്ടുകൾ എവിടേക്കാണ് പോയതെന്ന് തങ്ങൾക്കറിവില്ലെന്നാണ് സെലൻസ്കിയുടെ വെളിപ്പെടുത്തൽ. അമേരിക്ക യുക്രൈന് പണം നൽകിയെന്ന വാദം ഉന്നയിക്കുകയും ആ പണം ലഭിച്ചിട്ടില്ലെന്ന് യുക്രൈൻ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ആ പണം എവിടെ പോയി എന്നതാണ് ഉയരുന്ന ചോദ്യം. അധികാരത്തിലേറിയ ഉടൻ രാജ്യത്തിന്റെ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന സംഭാവന അമേരിക്ക വെട്ടിക്കുറച്ചിരുന്നു. ട്രംപിന്റെ ഈ നടപടി ഏറ്റവും വലിയ പ്രഹരമായത് യുക്രൈനാണ്. അമേരിക്കൻ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന ലാത്വിയയിലെ മെഡിക്കൽ ക്യാമ്പ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് യുക്രൈൻ. മാത്രമല്ല ട്രംപിന്റെ ഈ നടപടി വിദേശ രാഷ്ട്രങ്ങളെ സാമ്പത്തികമായി സഹായിച്ചിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ്.